എറണാകുളത്തെ കോൺഗ്രസ് ജനപ്രതിനിധികൾ ഇനി പാർട്ടിക്ക് മാസം തോറും പണം നൽകും. ഇതൊരു ചരിത്ര പ്രഖ്യാപനമാണ്. അതായത് കോൺഗ്രസിന് അധ്യക്ഷന്മാർ ഒരുപാടുണ്ടായിട്ടുണ്ട്. പക്ഷേ പ്രവർത്തകർക്ക് ആവേശവും സംരക്ഷണവും നൽകാൻ കഴിയുന്ന അധ്യക്ഷന്മാർ വിരലിൽ എണ്ണാവുന്നവർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് അഖിലേന്ത്യാ പ്രസിഡന്റായാലും താഴെയുള്ള ബൂത്ത് പ്രസിഡന്റ് വരെ ആയാലും പാർട്ടിയെ ചലിപ്പിക്കാൻ അറിയുന്നതൊരു കഴിവ് തന്നെയാണ്. ഇതിപ്പോൾ പറയാൻ കാരണം കേരളത്തിലെ കോൺഗ്രസിലുള്ള പല കമ്മിറ്റികളിലെ ആയിരക്കണക്കിന് പ്രസിഡന്റുമാർക്കും ഒരു മാതൃകയാക്കാവുന്ന നേതാവാണ് എറണാകുളം ജില്ലാ കോൺഗ്രസ് അധ്യക്ഷൻ മുഹമ്മദ് ഷിയാസ്. DCC പ്രസിഡന്റായത് മുതൽ അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടുകളും അതിനനുസരിച്ചുള്ള പാർട്ടിയെ ചലിപ്പിക്കുന്നതും കണ്ടുനിന്നവരാണ് കേരളത്തിലെ കോൺഗ്രസ്സുകാർ. ഇന്ന് ഏറ്റവും ശക്തമായ DCC ഏതെന്ന് ചോദിച്ചാൽ ഒരു സംശയവുമില്ലാതെ പറയാം, അത് എറണാകുളത്തേതാണെന്ന്. അദ്ദേഹം നടത്തിയ വ്യത്യസ്തമായ ക്യാമ്പുകൾ, പ്രതിഷേധങ്ങൾ, തീപാറുന്ന സമരമുഖങ്ങൾ, ഇതെല്ലാം പ്രായോഗികമാക്കണമെങ്കിൽ രാഷ്ട്രീയം എന്നതൊരു തപസ്യയാക്കിയവർക്കും ഇച്ഛാശക്തിയുള്ളവർക്കും മാത്രമേ കഴിയുകയുള്ളൂ. പല DCC അധ്യക്ഷന്മാരും നേതാക്കളുടെ വാലാട്ടികളായി നടക്കുമ്പോൾ തൻ്റെ ഉത്തരവാദിത്തം പ്രവർത്തകർക്കിടയിൽ നിർവഹിച്ച നേതാവാണ് മുഹമ്മദ് ഷിയാസ്. ഇന്നിപ്പോൾ ഇത് പ്രത്യേകം എടുത്തു പറയാൻ കാരണം അദ്ദേഹം ഇന്നൊരു പ്രഖ്യാപനം നടത്തി. അതായത് എറണാകുളം ജില്ലയിലെ MLA-മാരും MP-മാരും അവർക്ക് ലഭിക്കുന്ന ഓണറേറിയത്തിൻ്റെ ഒരു വിഹിതം ഇനി മുതൽ പാർട്ടിക്ക് നൽകണം. പാർട്ടിയെ ചലിപ്പിക്കാൻ പണം വേണം. CPM-ഉം BJP-യും ഒക്കെ ഒഴുക്കുന്ന കാശൊന്നുമില്ലെങ്കിലും അത്യാവശ്യം പ്രവർത്തന ചെലവ് നടന്നു പോകാനുള്ള പണമെങ്കിലും വേണം. ഇത് പാർട്ടിയുടെ പ്രവർത്തനത്തിന് ആവേശം നൽകും. സാധാരണ പ്രവർത്തകർ എടുക്കുന്ന 5ഉം 10ഉം ചേർത്തിട്ടാണ് കോൺഗ്രസ്സുകാർ കുറേ കാലങ്ങളായി പാർട്ടി പരിപാടി സംഘടിപ്പിക്കാറുള്ളത്. എന്നാൽ പാർട്ടിയിൽ പദവി വഹിക്കുന്നവർ, പ്രത്യേകിച്ച് ജനപ്രതിനിധികളായവർ, അവർക്ക് കിട്ടുന്ന ശമ്പളത്തിൻ്റെ അല്ലെങ്കിൽ ഓണറേറിയത്തിൽ നിന്നും ചെറിയൊരു തുക ഇഷ്ടമുള്ളത് പാർട്ടിക്ക് നൽകണമെന്നാണ് ഷിയാസ് അറിയിച്ചിരിക്കുന്നത്. അന്തരിച്ച കോൺഗ്രസ് നേതാവ്, എറണാകുളത്തെ MLA-യും DCC അധ്യക്ഷനുമൊക്കെ ആയിരുന്ന ജോർജ് ഈഡൻ്റെ അനുസ്മരണ ചടങ്ങിലാണ് എറണാകുളം DCC അധ്യക്ഷൻ ഈ ആവശ്യം ഉന്നയിച്ചത്. മുൻപ് ജോർജ് ഈഡൻ ഇങ്ങനെ തുക പാർട്ടിക്ക് നൽകിയിരുന്നതായി അദ്ദേഹം ഇതിൽ വ്യക്തമായി അടിവരയിട്ട് പറഞ്ഞു. CPM ജനപ്രതിനിധികൾ കൃത്യമായി ലെവി നൽകാറുണ്ട് എന്ന കാര്യം ഓർമ്മിപ്പിച്ചുകൊണ്ട് അത് കോൺഗ്രസിൻ്റെ ജനപ്രതിനിധികൾ മാതൃകയാക്കണമെന്ന് കൂടി DCC അധ്യക്ഷൻ വ്യക്തമാക്കി. എറണാകുളം ജില്ലയിലെ ജനപ്രതിനിധിയായ പ്രതിപക്ഷ നേതാവ് VD സതീശനും ആ യോഗത്തിലുണ്ടായിരുന്നു. DCC അധ്യക്ഷൻ്റെ ഈ പ്രഖ്യാപനം യോഗത്തിൽ വെച്ച് തന്നെ പ്രതിപക്ഷ നേതാവ് സതീശൻ അംഗീകരിക്കുകയും ചെയ്തു. താൻ എല്ലാ മാസവും ഇനി എറണാകുളം DCCക്ക് ഒരു വിഹിതം നൽകുമെന്നും അതുപോലെ തന്നെ കോൺഗ്രസിൻ്റെ എല്ലാ ജനപ്രതിനിധികളും തങ്ങൾക്ക് ലഭിക്കുന്ന പ്രതിഫലത്തിൻ്റെ ഒരു വിഹിതം പാർട്ടിക്ക് നൽകണം. തുക പറയുന്നില്ല, അത് അവരവർക്ക് തീരുമാനിക്കാമെന്നും പ്രതിപക്ഷ നേതാവ് അവിടെ തന്നെ വ്യക്തമാക്കി. ഇതോടെ എറണാകുളം ജില്ലയിലെ കോൺഗ്രസ് ഒരു ചരിത്ര പ്രഖ്യാപനമാണ് നടത്തി വിജയിപ്പിച്ചത്. അതെല്ലാവരും അംഗീകരിച്ചതോടെ മറ്റു ജില്ലയിലെ അധ്യക്ഷന്മാർക്കും ഇത് മാതൃകയാക്കാവുന്നതാണ്. കോൺഗ്രസ് എന്നത് എല്ലായിടത്തുമുണ്ട്, പക്ഷേ നന്നാവുന്ന കോൺഗ്രസിൻ്റെ ലക്ഷണമാണ് എറണാകുളത്ത് കണ്ടത്.